ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് പുതുക്കോട്ട ജില്ലയിലെ ഒരു ഗ്രാമമായ നർത്തമലയുടെ മുന്നിലാണ്. മലയക്കടമ്പൂർ എന്നും തെലുങ്ക് കുലകാലപുരമെന്നും കുലോത്തുംഗ ചോളപുരം എന്നും അറിയപ്പെടുന്ന നർത്തമല. നർത്തമലയിലെ അത്ഭുതം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ്. ഒരു കുന്നിന്റെ മുകളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ യാത്ര. നർത്തമലയിൽ ചെന്നതിന് ശേഷം ഞാൻ ആദ്യം പോയത് വിജയാലയ ചോളേശ്വരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്കായിരുന്നു. ഒരു ചെറിയ പാറക്കെട്ടിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതൊരു പറുദീസ തന്നെയാണ്. പോകുന്ന വഴിയിലാണ് ഒരു വലിയ ജലാശയം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ജലാശയത്തിന്റെ പേരാണ് അണിമാധ ഏരി എന്നറിയപ്പെടുന്നത്. ഇത് 7-8 നൂറ്റാണ്ടുകളിൽ കുഴിച്ചെടുത്തതായാണ് ഇവിടെയുള്ള ഗ്രാമവാസികളിൽ നിന്നും അറിയാനിടയായത്. യഥാർത്ഥത്തിൽ ഒരു മരപ്പണിക്കാരനു വേണ്ടി ഈ തടാകം കുഴിച്ചെടുത്തതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശം പല്ലവ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. വളരെ മനോഹരമായ ഈ ജലാശയത്തിന്റെ ഭംഗി എവിടെ നിന്ന് നോക്കിയാലും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ വിജയാലയ ചോളേശ്വരത്തിന്റെ ഗോപുരം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു കുന്നിന്റെ മുകളിൽ മറഞ്ഞിരിക്കുന്ന ആ ക്ഷേത്രം കാണണമെങ്കിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്ന് കേറി ഇറങ്ങണം. അങ്ങനെ ആ പാറക്കെട്ടുകളിലേക്ക് ഞാൻ കേറിത്തുടങ്ങി. കുന്നിന് മുകളിലേക്ക് കേറും തോറും നമുക്ക് ചുറ്റും ഏറ്റവും വലിയ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണാൻ സാധിക്കും. ഏകദേശം 5 കുന്നുകളാണ് ഇവിടെ ഉള്ളത്. ആലുരുട്ടിമല, കോട്ടമല, കടമ്പർമല, ഉവച്ചൻമല, മാൻമല. അങ്ങനെ 5 കുന്നുകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് നർത്തമല എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ജലാശയവും അതിനു ചുറ്റുമുള്ള 5 കുന്നുകളും നല്ലൊരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. വിജയാലയ ചോളേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പേരാണ് ജുരഹരേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ജലാശയത്തിനുള്ളിലാണ്. അതാണ് നർത്തമല ശിവൻ കോവിൽ എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന ക്ഷേത്രത്തിന് പുറകിലായിട്ട് ഈ കാണുന്നത് ഒരു നീരുറവയാണ്. ഇതിനടിയില് 30 അടി ആഴ്ചയില് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ഈ നീരുറവയെ കലയരുവി സിംഗം സുനായി എന്നാണ് വിളിക്കുന്നത്. അതായത് ശിവരാത്രി സമയത്ത് 30 അടി താഴ്ചയിലുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നും ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത്. അതാണ് നർത്തമലയിലെ ശിവൻ കോവിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കുന്നിൻ മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോൾ എന്റെ കാഴ്ചയിൽ നിന്ന് ക്ഷേത്രം അപ്രത്യക്ഷമായി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കുന്ന് മുഴുവൻ കയറി ഇറങ്ങണം, എങ്കിൽ മാത്രമേ ആ ക്ഷേത്രം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. വീണ്ടും കുന്ന് കയറി ഇറങ്ങി ചെല്ലും തോറും ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും എന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങി. അവസാനം കുന്നിന്റെ മുകളിൽ മറഞ്ഞിരിക്കുന്ന വിജയാലയ ചോളീശ്വര ക്ഷേത്രം എന്റെ കൺമുന്നിൽ മുഴുവനായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഈ കാണുന്നതാണ് നർത്തമല വിജയാലയ ചോളീശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇത് പണി കഴിപ്പിച്ചത് ഇലങ്കോ ആദിയാരയൻ അഥവാ സെമ്പൂന്തിയാണ്. 8-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിനും 9-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിനും ഇടയിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് വന്ന രാജാക്കന്മാരെല്ലാം ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. ക്ഷേത്ര വാസ്തുവിദ്യ പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഏക ക്ഷേത്രമാണ് ഈ കാണുന്നത്. ധാരാളം ചിത്രങ്ങളും പാറക്കല്ലിൽ കുത്തിയ രൂപങ്ങളുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കാണുന്നത്. നായക് കാലഘട്ടത്തിലെ, അതായത് 17-ാം നൂറ്റാണ്ടിലെ ചിത്രങ്ങളാണ് ഇവിടെ കൂടുതലുമുള്ളത്. നർത്തമലയിലെ ക്ഷേത്ര ചിത്രങ്ങൾ
അത്ര പ്രസിദ്ധിയുള്ളതാണ്. ഈ കാണുന്ന ക്ഷേത്രത്തിന് ചുറ്റും 8 ശ്രീകോവിലുകളുണ്ട്. ഓരോ ദിശയിലും ഒന്ന് വീതമാണ്. എല്ലാ ക്ഷേത്രത്തിനും അതിമനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്ന ദ്വാരപാലകരെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊത്തുപണികൾ കൊണ്ട് സമ്പന്നമാണ് നർത്തമലയിലെ ഈ മറഞ്ഞിരിക്കുന്ന ക്ഷേത്രം. ഈ വിജയാലയ ചോളേശ്വര ക്ഷേത്രമായ നർത്തമലയിൽ ഈ കാണുന്നതെല്ലാം പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടിന്റെ മറ്റു ഭാഗങ്ങളിലായിട്ട് വേറെയും ക്ഷേത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. 8-ാം നൂറ്റാണ്ടിലെ ജൈന വാസസ്ഥലമായിരുന്ന ആലുരുട്ടിമല ജൈന ഗുഹകളാണ് ഈ കാണുന്നത്. എൻ്റെ ഈ മുന്നിൽ കാണുന്ന പാറയിൽ കൊത്തിയെടുത്ത ഈ ജൈന ഗുഹയ്ക്കുള്ളില് വിഷ്ണുവിന്റെ വലിയ 12 ശില്പങ്ങളുണ്ട്. ഇത് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കത്തില്ല. 9-ാം നൂറ്റാണ്ടിലെ നിരവധി ചരിത്ര പ്രാധാന്യമുള്ള പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളും ഉയർന്ന പ്രദേശങ്ങളിൽ കാണാം. വൈവിധ്യമാർന്ന പുരാണ വിഷയങ്ങളെ ചിത്രീകരിക്കുന്ന വിപുലമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് നർത്തമലയിലെ ക്ഷേത്രങ്ങൾ പ്രധാനമായും ശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത്. കാലക്രമേണ പ്രദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും മതപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി ലിഖിതങ്ങളും ശില്പങ്ങളും നർത്തമലയെ ഒരു പുരാവസ്തു നിധിശേഖരമാക്കി മാറ്റി. നർത്തമലയിലെ കുന്നുകൾക്ക് അടിയിൽ ധാരാളം ക്ഷേത്രങ്ങളും കുളങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് നർത്തമലയിലെ ഓരോ ക്ഷേത്രങ്ങളും കാണാൻ. ചരിത്രപരമായും മതപരമായും പ്രാധാന്യമുള്ളവയാണ് നർത്തമലയിലെ ഓരോ കുന്നുകളും. എന്നാൽ മനോഹരമായ ഹൈക്കിംഗ് സ്ഥലങ്ങൾ കൂടിയാണ് നർത്തമലയിലെ കുന്നുകൾ. അവയുടെ പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നർത്തമലയിലെ ഓരോ ക്ഷേത്രങ്ങളും. ഓരോ കുന്നിലുമുണ്ട് ഓരോ ക്ഷേത്രങ്ങളും. അത്രയ്ക്ക് മനോഹരമാണ് നർത്തമലയിലെ ഓരോ സ്ഥലങ്ങളും. നർത്തമലയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു യാത്രാ വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം.